കുട്ടൻപിള്ള സർ നാട്ടിലെ മാന്യനും സത്യസന്ധനുമായ വ്യക്തിയാണ്. കൂടാതെ അനേകം വിദ്യാർത്ഥികൾക്ക് നന്മയുടെ അറിവ് പകർന്നു കൊടുത്ത അധ്യാപകനും. കുട്ടൻപിള്ള സാറിന്റെ പുരയിടത്തിലെ തേങ്ങാപ്പുരയിൽ നിന്നും പതിവായി തേങ്ങ മോഷണം പോകുന്നു. കള്ളനെ കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യമെന്നുറപ്പിച്ച കുട്ടൻപിള്ള സാർ രാത്രി ടോർച്ചും വടിയുമൊക്കെയായി പുരയിടത്തിന്റെ ഒരു വശത്ത് രഹസ്യമായി നിലയുറപ്പിച്ചു. ഒരു 12 മണിയായി കാണും. അതാ ഇരുട്ടിലൂടെ ഒരു രൂപം പതുങ്ങി വരുന്നു. വന്നയാൾ ഇടം വലം നോക്കി തേങ്ങ തലയിൽ വെച്ച് തിരിഞ്ഞു നടക്കാൻ ഭാഗിക്കവേ കുട്ടൻപിള്ള സാർ കള്ളനെ മുൻപിൽ ചാടി വീണ് മുഖത്തേക്ക് ടോർച്ചടിച്ച് അലറി, "നിൽക്കടാ അവിടെ പെരുങ്കള്ള!" ടോർച്ചിന്റെ വെട്ടത്തിൽ കണ്ട കള്ളന്റെ രൂപം കുട്ടൻപിള്ള സാറിനെ ഞെട്ടിച്ചു. നാട്ടിൽ പൊതുകാര്യ പ്രസക്തനും ആദർശധീരനും സത്യസന്ധനും സർവോപരി അടിപൊളി മതേതരനുമായ പൊന്തക്കടൻ തങ്ങൾ. അമ്പരപ്പ് മാറിയപ്പോൾ കുട്ടൻപിള്ള സാർ ചോദിച്ചു, "തനിക്ക് നാണമില്ലേടോ അനിയുടെ പുരയിടത്തിൽ കയറി വിള മോഷ്ടിക്കാൻ?" കള്ളൻ പൊന്തക്കാടൻ തങ്ങൾ തലയിലിരുന്ന തേങ്ങ പതിയെ തറയിൽ വെച്ചു. എന്നിട്ട് രൂക്ഷമായി കുട്ടൻപിള്ളയെ നോക്കി പറഞ്ഞു, "തന്റെ 2 തൊലിഞ്ഞ തേങ്ങ ഞാൻ മോട്ടിച്ചു. അതിന് തറവാടിൽ പിറന്ന ആണുങ്ങളുടെ മുഖത്ത് ടോർച്ചടിക്കാൻ നീ ആരടാ തന്തയ്ക്ക് പറിക്കാത്തവനെ?" പതറിപ്പോയി കുട്ടൻപിള്ള സാർ ചുറ്റും നോക്കി. ബഹളം കേട്ട് ചുറ്റുവട്ടം നിന്ന് കുറെ പേർ അടുത്തു വന്നു. സംഭവം കേട്ടപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന തങ്ങളുടെ ഒരു അനുയായി സതീശൻ നായർ പറഞ്ഞു, "തങ്ങൾ മുഖത്ത് ടോർച്ചടിച്ച കുട്ടൻപിള്ള സാറിന്റെ നടപടി സംസ്കാരശൂന്യവും തികഞ്ഞ നെറുകേടുമാണ്. കുട്ടൻപിള്ള സാർ മാപ്പ് പറയണമെന്നായി തങ്ങളുടെ ആൾക്കാർ." ഒടുവിൽ തേങ്ങയെ നഷ്ടപ്പെട്ട് കള്ളന്റെ വായിൽ നിന്ന് തന്തയ്ക്ക് വിളിയും കേട്ട് കള്ളനോട് മാപ്പും പറഞ്ഞ് അപമാനിതനായി വീട്ടിലേക്ക് നടക്കുമ്പോൾ കുട്ടൻപിള്ള സാർ പിറുപിറുത്തു. ഇക്കാലത്ത് കക്കുന്നതല്ല, കള്ളനെ തുറന്നു കാട്ടുന്നതാണ് കുറ്റം. ഞാനത് മനസ്സിലാക്കേണ്ടതായിരുന്നു. ഈ കഥയ്ക്ക് എംപുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ആനുകാലിക സംഭവങ്ങളുമായി സാമ്യം തോന്നിയാൽ അത് യാദൃശ്ചികമല്ലെന്നറിയുക.